ഹലോ, കേരള ഫുഡ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാനായി പോകുന്നത് ചെറുപയർ പായസമാണ്. അതിനായി അടുപ്പിൽ ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് 1 കപ്പ് ചെറുപയർ നന്നായി കഴുകിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് ചവ്വരി കൂടി ചേർത്ത് ആവശ്യമായ വെള്ളമൊഴിച്ചൊന്ന് ഇളക്കിയ ശേഷം വേകാനായി വയ്ക്കാം. മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് 500 ഗ്രാം ശർക്കര ചേർത്ത് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഉരുക്കിയെടുക്കാം. നേരത്തെ വേകാനായി വച്ചിരിക്കുന്ന ചെറുപയറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെറുപയർ നന്നായി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായി കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായ തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുക്കാം. മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് നന്നായി ഇളക്കിയ ശേഷം തേങ്ങാക്കൊത്ത് ചുവന്ന് മൂത്ത് വരുമ്പോൾ അത് കോരിയെടുക്കാവുന്നതാണ്. അതേ നെയ്യിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് ചുവന്ന് വരുമ്പോഴേക്കും അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി വറുത്ത ശേഷം തീ ഓഫാക്കാം. ഇനി പായസത്തിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യോടുകൂടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ ചെറുപയർ പായസം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ചൂടോടുകൂടെ തന്നെ വിളമ്പാവുന്നതാണ്.